സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് ആയിട്ടുള്ള റസ്മലായി വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. റസ്മലായി കേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം സ്പോഞ്ച് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടൻ്റെ ഒരു പച്ചമണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 3/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്താൽ മതി. എന്നിട്ട് അത് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 15 സെക്കൻഡോളം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. നല്ലപോലെ പൊന്തി വരണം, എന്നാൽ നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദ എടുക്കുന്ന സമയത്ത് അങ്ങനെ കുത്തി നിറക്കരുത്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ 3/4 കപ്പ് മൈദ എടുത്തിട്ട് അത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. പിന്നെ ഈ മൈദൻ്റെ കൂടെ തന്നെ ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെയാണ് പരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഡിസാനോൻ്റെ ആൽമണ്ട്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ആൽമണ്ട്സ് മതി, നമ്മുടെ കേക്കിന് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു 100 ഗ്രാമോളം ആൽമണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ ഗാരോൻ്റെ ബ്ലെൻഡറിലിട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അധികം അങ്ങോട്ട് പൊടിയാതെ പൾസാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ആക്കണേ. ഇനി പൊടിച്ചിട്ടുള്ള ആൽമണ്ട്സ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും പൊടിക്കേണ്ട ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ പീസായിട്ട് മുറിച്ചിട്ടാലും മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെജിറ്റബിൾ ഓയിൽ. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടൻ്റെ ബാറ്ററിലേക്ക് മിക്സ് ആക്കാൻ ഏറ്റവും നല്ലത് സ്പാച്ചില വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഓവറായിട്ട് അങ്ങോട്ട് ബീറ്റായി പോവില്ല. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായി പോവും. അതുകൊണ്ട് ബീറ്റർ വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡൊക്കെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മുടെ കേക്ക് പൊങ്ങി വരാനായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വിനീഗർ ചേർക്കുന്ന സമയത്ത് കേക്കിന് കയ്പ്പ് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കയ്പ്പൊന്നും വന്നിട്ടില്ല. ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണത്. ഇനിയിപ്പോൾ അങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നാൽ പിന്നെ ഇങ്ങനെ വിനീഗർ ചേർക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 6 ഇഞ്ച് സൈസ് വരുന്നൊരു സോസ് പാനാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കണ്ടിട്ട് അത്രയാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം തന്നെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമ്പം അടിയിലൊരു തട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് സോസ് പാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ തട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 25 മിനിറ്റോളം അങ്ങനെ വെക്കുക. എന്നിട്ട് തുറന്ന് നോക്കി കേക്ക് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുത്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് നോക്കുക. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഈ സോസ് പാനിൽ എടുത്ത് മാറ്റുകയാണ്. ചൂടാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ക്രീം ഞാൻ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1.5 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും 1 കപ്പ് മതി, ഇത് കുറേ ബാക്കിയുണ്ടേനു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1 കപ്പ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യുക. റിറ്റ്സിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽക്കൊരു 2 ഡ്രോപ്പ് യെല്ലോ ജെൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രസ്മലായി കേക്കാണല്ലോ, അപ്പോൾ ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഗ്ലാസിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ക്രീം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം മെസ്സ് ആവാതെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒക്കെ ഒരേ തിക്നെസ്സിന് കിട്ടും. ഏതാണ്ട് ഒരേ തിക്നെസ്സിനാക്കിയെടുക്കാം നമുക്ക്. അല്ലാതെ നമ്മൾ ഒരു മെഷർമെൻറ്റ് ഇല്ലാതെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ലെയർ ഭയങ്കര കട്ടിയായിട്ടും മറ്റത് അധികം കട്ടിയില്ലാതെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇത് ഉള്ളിലിങ്ങനെ ഹോൾസ് വന്നത് എന്താ വെച്ചാൽ ഉള്ളിലുള്ള ആൽമണ്ട്സിൻ്റെ വലിയ വലിയ പീസസാണ്. അത് നിന്ന സ്ഥലത്താണ് ഇങ്ങനെ ഹോൾസായിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്രീമാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുകയാണ്. അതിനുശേഷം രസ്മലായിൻ്റെ ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുകയാണ്. രസ്മലായി നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഒന്നുകിൽ അത് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പാലും കുറച്ച് നട്ട്സും ഉണ്ടായാൽ മതി, നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സിറപ്പ് വെച്ചിട്ടാണ് കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ കേക്കിൻ്റെ മേലായിട്ട് ഞാൻ രസ്മലായിലുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ, അത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീം നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. സൈഡ്സും അതുപോലെ തന്നെ ശരിയാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഓർമ്മയില്ലാതെ 2ാമത്തെ ലെയർ കേക്ക് വെച്ച് ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് രസ്മലായി വെച്ച് കൊടുക്കണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കുക. ഈ രസ്മലായിൻ്റെ പീസസ് ഇടയിൽ ഇങ്ങനെ വരുമ്പം നല്ല ടേസ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം, ഒഴിവാക്കാനേ പാടില്ല. നമുക്ക് 2 ലെയറിലേ ഇങ്ങനെ രസ്മലായി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിയുന്നതും നല്ലപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ട് അതും രസ്മലായിൻ്റെ ആ മിൽക്ക് കൊണ്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. ഈ ലെയറിലും ഞാൻ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ലെയർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി രസ്മലായിൻ്റെ പീസസ് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെക്കുക. ഈ ലെയർ വെറ്റാക്കുന്ന സമയത്ത് നമ്മൾ നട്ട്സ് ഇടാനേ പാടില്ല. കാരണം നമ്മൾ ക്രീം വെച്ചിട്ട് അത് ലെവൽ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാവും നട്ട്സ് വന്നാൽ. അപ്പോൾ ഞാൻ വെറും ആ മിൽക്ക് വെച്ചിട്ടാണ് ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തള്ളി നിൽക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ആദ്യം ഞാനിത് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് കേക്ക് നല്ല പോലെ റെഡിയാക്കി എടുക്കുക. നല്ല ക്ലീനായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക.
ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ മെയിൻ കോട്ട് ക്രീം കൊടുത്താൽ മതി. അങ്ങനെ കേക്ക് ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം ഞാനതൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ക്രീം ഞാൻ വേറൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൊണ്ട് ബോർഡർ വരയ്ക്കുകയാണ് താഴ്ഭാഗത്ത്. കേക്കിൻ്റെ മേൽഭാഗത്ത് ഞാനിങ്ങനെ ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. കണക്റ്റഡ് ആയിട്ട് പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. അപ്പം ഡിസൈനിങ്ങും ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അടിപൊളിയാക്കുക. ഞാനിപ്പോൾ കുറച്ച് പിസ്തയും ആൽമണ്ട്സും നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ഈ സൈഡിലൊക്കെ അത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കേക്കിൻ്റെ മേൽഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റസ്മലായി ഉണ്ടാക്കിയപ്പം അതിലുള്ള നട്ട്സ് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതിൽ സോക്കായിട്ട് കിടന്നിട്ടുള്ള നട്ട്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് റസ്മലായി മിൽക്കും ആക്കുന്നുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിട്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു റസ്മലായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആ ചെറിയ ചെറിയ റസ്മലായി പീസസ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്തതിനൊക്കെ ശേഷം ബാക്കി വന്നിട്ടുള്ള ഒരു 2-3 റസ്മലായി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തു. കേക്കിൻ്റെ മേലെയായിട്ട് ഒരു രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റസ്മലായി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കേക്ക് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. റസ്മലായിൻ്റെ നല്ല ഫ്ലേവറും ആ ടേസ്റ്റ് ഒക്കെ നല്ലോണം എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.